എല്ലാവർക്കും നമസ്കാരം. ഈക്കോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ബാഹുൽ രമേഷ് റൈറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. ഇതിൻ്റെ ഡയറക്ടർ ദിനിജിത്ത് അയ്യത്താനാണ്. അദ്ദേഹത്തിൻ്റെ മുൻപത്തെ മൂവീസ് എന്ന് പറയുന്നത് കിഷ്കിന്ധാകാന്ഡം, അതുപോലെ തന്നെ മോഹൻകുമാർ ഫാൻസ്, കക്ഷി അമ്മിണിപ്പിള്ള തുടങ്ങിയ ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വർക്കാണ് മ്യൂസിക് ഡയറക്ഷൻ. ആർട്ട് ഡയറക്ഷൻ സജീഷ് താമരശ്ശേരിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ സൂരജ് ES ആണ്. ഈ മൂവിയിൽ മ്യൂസിക്, ആർട്ട് ഡയറക്ഷൻ ആൻഡ് സൗണ്ട് മാനേജ് ചെയ്തിരിക്കുന്ന ആളുകൾ, ഓഡിയോഗ്രാഫി പ്ലാൻ ചെയ്തിരിക്കുന്നവർ, അത് ആക്ച്വലി ഓഡിയോഗ്രാഫിക്ക് ബിഗ് സല്യൂട്ട് മിസ്റ്റർ വിഷ്ണു ഗോവിന്ദ്. അദ്ദേഹമാണ് ഇതിലെ സൗണ്ട് എല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്, ഓഡിയോഗ്രാഫി വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എക്സലൻ്റ് ആയിട്ടുണ്ട്. ഈ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ടാവും സൗണ്ടിൻ്റെ കാര്യത്തിൽ. അത് തിയേറ്ററിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെ അവർ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ എന്താ പറയുക ഈ മൂവിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. കാസ്റ്റിംഗ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇതിലില്ല എങ്കിൽ പോലും അവർ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്, ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ് ട്രെയിനർ ആയിട്ടുള്ള കുര്യച്ചൻ്റെ ക്യാരക്ടറാണ്. അത് ചെയ്തിരിക്കുന്നത് സൗരഭ് സത്ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൂവീസ്, ആനിമൽ പോലെയുള്ള മൂവീസ് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതിൽ എന്താ പറയുക വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് തവണ സ്ക്രീനിൽ അദ്ദേഹം കാണുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മൂവി തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ നമ്മൾ കേൾക്കാൻ പറ്റും. ബിക്കോസ് അദ്ദേഹമാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മൂവി തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത്. ഒരുപാട് തവണ റെഫർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കുര്യാച്ചൻ. ഒരുപാടൊന്നും ചെയ്യാതെ തന്നെ ഈ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്താ പറയുക, നമുക്ക് ഊഹിക്കാൻ പറ്റും. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിന് ഉടമയാണ്. ഇത്തിരി നെഗറ്റീവായിട്ടുള്ള ആളാണ്, ബട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് പോസിറ്റിവിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ. ഒരു ഹീറോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ. ബട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറായിട്ട് തന്നെയാണ് കുര്യച്ചനെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടത് വിനീതേട്ടൻ, അശോകേട്ടൻ, ബിനു പപ്പു, സുനിൽ നരയൻ ആൻഡ് സഹീർ മുഹമ്മദ്. പിന്നെ മലേഷ്യക്കാരിയായിട്ടുള്ള യങ് സോയി ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് സിൻ ജെ ഫെ ആണ്. ആൻഡ് മ്ലാത്തി ചേട്ടത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ബിയാന മൊമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറാണ് അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് പേഴ്സണലി ഫീലായത് ഇതൊരു എന്താ പറയുക, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്ലാസിക് ത്രില്ലർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ദ ഹോൾ ടീം ഓഫ് ദി ഈക്കോ. താങ്ക് യു സോ മച്ച്.